ഈ ഇൻഡി ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു തിങ് തന്നെ ഒരു കൾട്ടാണ്. എനിക്ക് തോന്നുന്നു വളരെയധികം ക്രിയേറ്റേഴ്സ് ഒരു ഒരു ഈ പറഞ്ഞ ക്രിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പ്രോഡക്ട്സ് ക്രിയേറ്റേഴ്സ് അവര് ബാലിയിലും പോലുള്ള സ്ഥലങ്ങളിൽ പോയി നിന്നിട്ട് അവിടെ ഓരോ ഇൻഡിപെൻഡന്റ് ഓരോ പ്രൊജക്ട്സ് ഗ്ലോബലി സ്കെയിൽ ചെയ്യുന്നു. ആൻഡ് അവർക്ക് അതിൽ കോസ്റ്റ് വരില്ല. ഐ തിങ്ക് ഐ സോ ദിസ് ഗായ് ഓൺ നമ്മളെ ട്വിറ്ററിൽ ഒരു പുള്ളി ഉണ്ട്, ആൻഡ് ലെവൽസ് IO എന്നാണ് തോന്നുന്നു പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി ഇതുപോലത്തെ വളരെ ടൈനി ആപ്ലിക്കേഷൻസ് വളരെ മൈനറായി നമുക്ക് ചിലപ്പോൾ ഒരു ഐക്കൺ ജനറേറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ, പക്ഷേ പുള്ളിക്ക് ഏറ്റവും കൂടുതൽ MRR ഉണ്ടാവുന്നത് ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്നാണ്. ആൻഡ് പുള്ളി തന്നെ അതിനകത്ത് പറയേണ്ടത്, അതായത് അത് ഉണ്ടാക്കി വിടുന്ന ഒരു ലേബർ മാത്രമേ അവിടെ ഉള്ളൂ. അതിനുശേഷം അതിനകത്ത് വലിയ അപ്ഡേഷൻസ് ഇല്ല, വലിയൊരു ഇതില്ല, ഒരു ലേബർ ഇല്ല. അപ്പോ സോഫ്റ്റ്വെയറിൽ പറയുന്നത് 2 ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട്. ഒന്നീ പറഞ്ഞ മാതിരത്തെ പ്രോഡക്ട്സ് ഉണ്ട്, വേറൊന്ന് ഭയങ്കര എക്സ്റ്റെൻസീവ് സപ്പോർട്ട് വേണ്ട പ്രോഡക്ട്സും. ആക്ച്വലി സ്കെയിലിലേക്ക് പോകുമ്പോൾ ഒരു പരിധി വരെ പൈസ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു രീതിയിൽ ചിന്തിക്കുമ്പോഴേക്ക് ഒരു ആവറേജ് ഹ്യൂമൻ, ഒരു സാലറീഡ് ആയ ഒരു എംപ്ലോയിക്ക് വേണ്ട ഒരു സാലറി എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ നിന്നും സാലറി ഉണ്ടാക്കാനായിട്ട് ഈ പറഞ്ഞ പ്രൊഡക്ട്സിന് സാധിക്കും. അതിന് ഒരു 1 lakh 2 lakh 3 lakh മന്ത്ലി റെക്കറിംഗ് കൊണ്ടുവരാനായിട്ട് ഈ പ്രൊഡക്ട്സിന് പറ്റും. പക്ഷേ അതൊരു ബിസിനസ് ആയിട്ട് സ്കെയിൽ ചെയ്ത് മേ ബി 10 lakh അതെ, അത് എൻറ്റയർലി ഒരു എന്റർപ്രൈസ് ആസ് അതിന് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു സെപ്പറേറ്റ് ഗെയിം തന്നെ. അത്